ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സലിലുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളായ നെയിംഡ് റേഞ്ച് എന്ന് പറയുന്ന ടൂളിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നെയിംഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ, നമ്മൾ സമ്മ് ആവറേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സമ്മ് എങ്ങനെ നമ്മൾ കണ്ടെത്തിയത്, സീക്വൽ ടു സം എന്ന് കൊടുക്കും, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, എന്നിട്ട് റേഞ്ച് സെലക്ട് ചെയ്യും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, എന്നിട്ട് എൻ്റർ കീ അടിക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ റേഞ്ച് സെലക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുള്ള റേഞ്ചിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേര് കൊടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഡിഫൈൻ നെയിം എന്ന് പറയാം. ആ ഒരു ടൂളിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുള്ള റേഞ്ചിന്, ഇപ്പോൾ റേഞ്ചിനൊരു എക്സാമ്പിളാണ് C2 to C13, C12 C2 തൊട്ട് C13 വരെയുള്ള സെല്ലിൽ കിടക്കുന്ന ഡാറ്റ, അതാണ് C2 to C13 എന്ന് പറയുന്ന റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള റേഞ്ചുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേര് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഒരു ടൂളിനെ വിളിക്കുന്ന പേരാണ് ഡിഫൈൻ നെയിം. ഇവിടെ നമുക്കൊരു ഡാറ്റ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡാറ്റ സെറ്റിൽ എന്തൊക്കെ ഡാറ്റയുള്ളത് നോക്കിയാൽ, ഡേറ്റ് കോളം ഉണ്ട്, പ്രൊഡക്റ്റ് കോളം ഉണ്ട്, ക്വാണ്ടിറ്റി സോൾഡ് ഉണ്ട്, സെയിൽസ് വാല്യൂ ഉണ്ട്. നമ്മളോട് എന്തൊക്കെ കണ്ടെത്താനാണ് പറഞ്ഞത്, ടോട്ടൽ ക്വാണ്ടിറ്റി സോൾഡ് കണ്ടെത്തണം, ആവറേജ് ക്വാണ്ടിറ്റി സോൾഡ് കണ്ടെത്തണം, ആവറേജ് സെയിൽസ് വാല്യൂ കണ്ടെത്തണം, ടോട്ടൽ സെയിൽസ് വാല്യൂ കണ്ടെത്തണം. ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് നെയിംഡ് റേഞ്ച് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നെയിംഡ് റേഞ്ച് ഇല്ലായിരുന്നുവെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി സോൾഡ് എങ്ങനെയാണ് കണ്ടെത്തുക, സീക്വൽ ടു സം എന്ന് കൊടുക്കും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, റേഞ്ച് സെലക്ട് ചെയ്യും, ദെൻ എൻ്റർ കീ അടിച്ച് നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ക്വാണ്ടിറ്റി സോൾഡ് കിട്ടും. ഇനി ആവറേജ് ക്വാണ്ടിറ്റി സോൾഡ് എങ്ങനെ കണ്ടെത്തുക, സീക്വൽ ടു ആവറേജ് എന്ന് കൊടുക്കും, ദെൻ ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, ക്വാണ്ടിറ്റി സോൾഡ് എന്ന് പറയുന്ന റേഞ്ച് സെലക്ട് ചെയ്യും. ഇവിടെ റേഞ്ച് എത്രയാണ്, C2 to C13. ദെൻ എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവറേജ് കിട്ടും. ദെൻ അടുത്ത് ആവറേജ് സെയിൽസ് വാല്യൂ കണ്ടെത്താൻ ഈക്വൽ ടു ആവറേജ് കൊടുക്കും, ദെൻ റേഞ്ച്, ഇവിടെ സെയിൽസ് വാല്യൂവിൻ്റെ റേഞ്ച് എത്രയാണ്, D2 to D13, അതാണ് റേഞ്ച്. ദെൻ എൻ്റർ കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് സെയിൽസ് വാല്യൂ കിട്ടും. ഇനി അടുത്ത് ടോട്ടൽ സെയിൽസ് വാല്യൂ കണ്ടെത്താൻ സീക്വൽ ടു സമ്മ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. അപ്പോൾ നെയിംഡ് റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷന് നമുക്കറിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് സമ്മും ആവറേജും ഒക്കെ നമ്മൾ കണ്ടെത്തുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഈ ഒരു കാൽക്കുലേഷനിൽ നമുക്ക് രണ്ട് റേഞ്ച് ആവശ്യമായിട്ട് വന്നല്ലേ. ഏതൊക്കെ റേഞ്ച്, C2 to C13 എന്ന് പറയുന്ന ഒരു റേഞ്ചും അതുപോലെ D2 to D13 എന്ന് പറയുന്ന രണ്ട് റേഞ്ചുമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലെ കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള വന്നിട്ടുള്ള രണ്ട് റേഞ്ച്. ഈ രണ്ട് റേഞ്ചും നമുക്ക് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം, രണ്ട് റേഞ്ചും സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ആ രണ്ട് റേഞ്ചുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പേര് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പേര് ഡിഫൈൻ ചെയ്താൽ അഡ്വാൻറ്റേജ് എന്താ, നമ്മൾ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ റേഞ്ചിന് കൊടുത്തിട്ടുള്ള പേര് എന്ത് ചെയ്താൽ മതി, ഡിഫൈൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നെയിംഡ് റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ ചെയ്യാമെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നോക്കിയേ, ഇവിടെ നെയിംഡ് റേഞ്ചിൻ്റെ ടൂൾ ഉള്ളത് ഫോർമുല ടാബിലാണ്. ഫോർമുല ടാബിൽ ഡിഫൈൻ നെയിം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഡിഫൈൻ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളുണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റേഞ്ചുകൾക്ക് പേര് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് ഡാറ്റ നെയിംഡ് റേഞ്ച് ചെയ്താൽ അഡ്വാൻറ്റേജ്, ഞാൻ ജസ്റ്റ് കുറച്ച് ഡാറ്റ ടൈപ്പ് ചെയ്യുന്നു, 5, 14, 56, 78, 98. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്തിട്ട്, ഈ റേഞ്ച് എങ്ങനെയാണ്, I4 to I8, ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്തിട്ട് ഡിഫൈൻ നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നെയിം ആണെങ്കിൽ എനിക്ക് ഇതിനൊരു നെയിം കൊടുക്കാൻ പറ്റും, ഈ റേഞ്ചിനൊരു നെയിം കൊടുക്കാം. ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു റേഞ്ചിനൊരു പേര് കൊടുത്തു, കാൽക്ക് എന്ന് നെയിം കൊടുത്തു ഈ ഒരു റേഞ്ചിന്. എന്നിട്ട് ഞാൻ ഓക്കെ അടിച്ചു. അപ്പോൾ ഈ റേഞ്ചിന് ഞാൻ എന്താ പേര് കൊടുത്തത്, കാൽക്ക്. ഇനി ഓക്കെ അടിച്ചു. എനിക്ക് ഇനി എവിടെ പോയാലും ഈക്വൽ ടു സമ്മ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി കാൽക്കുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി, ഇവിടെ സമ്മിൻ്റെ ഉള്ളിൽ ഞാൻ കാൽക്കിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി, ആ റേഞ്ച് ഓട്ടോമാറ്റിക്കലി എന്തായി, സെലക്ട് ആയി. ഇനി എൻ്റർ കീ അടിച്ചാൽ എനിക്ക് എന്ത് കണ്ടെത്തി തരും, അതിൻ്റെ ഒരു സമ്മ് കണ്ടെത്തി തരും. ഇനി ഈക്വൽ ടു ആവറേജ്
കൊടുക്കുകയാണ്. ഇനി ഞാൻ റേഞ്ച് സെലക്ട് ചെയ്യുന്നതിന് പകരം ആ റേഞ്ചിന് കൊടുത്ത പേരുണ്ടല്ലോ കാൽക്ക്, അത് ടൈപ്പ് ചെയ്യാണ്. എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ കീ അടിച്ചാൽ നോക്കിയാൽ ആ റേഞ്ചിൻ്റെ ആവറേജ് എനിക്ക് കണ്ടെത്തി തരും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ റേഞ്ചുകൾക്കും പേര് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ നെയിംഡ് റേഞ്ച് എന്ന് പറയാം. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കാൽക്കുലേഷനിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ ക്വാണ്ടിറ്റി സോൾഡ് കണ്ടെത്തണം, ആവറേജ് ക്വാണ്ടിറ്റി സോൾഡ് കണ്ടെത്തണം, ടോട്ടൽ ആവറേജ് സെയിൽസ് വാല്യൂ കണ്ടെത്തണം, ടോട്ടൽ സെയിൽസ് വാല്യൂ കണ്ടെത്തണം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 2 റേഞ്ചാണ് കാൽക്കുലേഷൻ ആവശ്യമുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? C2 to C13 D2 to D13. അപ്പോൾ ഈ 2 റേഞ്ചുകൾക്കും നമ്മൾ എന്ത് ചെയ്യണം? പേര് ഡിഫൈൻ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാണ്? ക്വാണ്ടിറ്റി സോൾഡ് എന്ന് പറയുന്ന പിന്നെ റേഞ്ചിന് എന്ത് ചെയ്യാണ്? പേര് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ക്വാണ്ടിറ്റി സോൾഡ് എന്ന് പറയുന്ന ആ റേഞ്ച് സെലക്ട് ചെയ്തു. റേഞ്ച് സെലക്ട് ചെയ്തിട്ട് ഫോർമുല ടാബിൽ നെയിംഡ് ഡിഫൈൻ നെയിംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഡിഫൈൻ നെയിമിൽ ഞാൻ എന്ത് ചെയ്യാണ്? ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ നോക്കിയാൽ ഡിഫോൾട്ടായിട്ട് ആ റേഞ്ചിന് എന്ത് പേര് വന്നിട്ടുണ്ട്? ക്വാണ്ടിറ്റി സോൾഡ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അത് പിന്നെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ QTY എന്ന് കൊടുക്കാം. ആ ഒരു റേഞ്ചിന് പേര് QTY എന്ന് കൊടുക്കാം. ഇനി ഞാൻ ഓക്കെ അടിക്കുകയാണ്. ഇനി സെയിൽസ് വാല്യൂ എന്ന് പറയുന്ന ഇതേപോലെ തന്നെ സെയിൽസ് വാല്യൂ എന്ന് പറയുന്ന കോളത്തിലെ ഡാറ്റയ്ക്ക് ഞാൻ ആ റേഞ്ചിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ റേഞ്ച് സെലക്ട് ചെയ്തു. D2 to D13 വരെയുള്ള റേഞ്ച് സെലക്ട് ചെയ്തു. ഡിഫൈൻ നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? സെയിൽസ് വാല്യൂന്ന് ഡിഫോൾട്ടായിട്ട് പേര് വന്നിട്ടുണ്ട്. ഞാൻ എന്ത് കൊടുക്കുന്നു? സെയിൽസ് എന്ന് മാത്രമേ അതിന് പേര് കൊടുക്കുന്നു. എന്നിട്ട് ഓക്കെ അടിക്കുന്നു. അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി സോൾഡ് എന്ന് പറഞ്ഞ റേഞ്ചിന് QTY എന്ന് പറയുന്ന പേരും സെയിൽസ് വാല്യൂ എന്ന് പറയുന്ന റേഞ്ചിന് ഞാൻ സെയിൽസ് എന്ന് പറയുന്ന പേരും ഡിഫൈൻ ചെയ്തു. ഇനി നോക്കിയേ, ഇനി നമുക്ക് എന്താ ഫസ്റ്റ് കണ്ടെത്തേണ്ടത്? ടോട്ടൽ ക്വാണ്ടിറ്റി സോൾഡ് അല്ലേ? അപ്പോൾ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഈക്വൽ ടു സം ആണ് അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നോക്കിയേ, ക്വാണ്ടിറ്റി സോൾഡിന് നമ്മളെന്താ കൊടുത്ത പേര്? QTY. അപ്പോൾ ഞാൻ QTY എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കിയേ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഞ്ച് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ കണ്ടെത്തി തരും ക്വാണ്ടിറ്റി സോൾഡ് എന്ന് പറയുന്ന കോളത്തിൻ്റെ ടോട്ടൽ എനിക്ക് എക്സൽ കണ്ടെത്തി തരും. ഇനി അടുത്ത് എന്താ കണ്ടെത്തേണ്ടത്? ആവറേജ് ക്വാണ്ടിറ്റി സോൾഡ്. അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? ആവറേജ് ഈക്വൽ ടു ആവറേജ്. ഇനി റേഞ്ച് സെലക്ട് ചെയ്യുന്നതിന് കൊടുക്കുന്നതിന് പകരം QTY എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ക്വാണ്ടിറ്റി സോൾഡിൻ്റെ റേഞ്ച് സെലക്റ്റായി വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് എനിക്ക് കണ്ടെത്തി തരും. ഇനി അടുത്തെന്താ കണ്ടെത്തേണ്ടത്? ആവറേജ് സെയിൽസ് വാല്യൂവിൻ്റെ ആവറേജ്. അതിനും സെയിം ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കുക. ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ആ റേഞ്ചിന് ഞാൻ ഡിഫൈൻ ചെയ്ത പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സെയിൽസ് വാല്യൂ എന്ന് പറയുന്ന റേഞ്ചിന് ഞാൻ ഡിഫൈൻ ചെയ്ത പേര് എന്തായിരുന്നു? സെയിൽസ് എന്നായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഞ്ച് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇനി എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ ആ സെയിൽസ് വാല്യൂൻ്റെ ആവറേജ് എനിക്ക് കണ്ടെത്തി തരും. ഇനി അത് കണ്ടെത്തേണ്ടത് ടോട്ടൽ സെയിൽസ് വാല്യൂ. അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാ? സമ്മാണ്. ഈക്വൽ ടു സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ആ റേഞ്ചിന് നമ്മൾ ഇട്ട പേര് സെയിൽസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ സെയിൽസ് വാല്യൂൻ്റെ ടോട്ടൽ എനിക്ക് എന്ത് തരും? എക്സൽ കണ്ടെത്തി തരും. ഇങ്ങനെ നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുള്ള റേഞ്ചുകൾക്ക് പേര് ഡിഫൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണെന്ത്? ഡിഫൈൻ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൈൻ നെയിം എന്ന് പറയുന്ന ടൂള് ഏത് ടാബിലുള്ളത്? ഫോർമുല ടാബിൽ നെയിംഡ് ഡിഫൈൻ നെയിംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഡിഫൈൻ നെയിം എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ റേഞ്ചുകൾക്ക് പേര് ഡിഫൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഈ ഡിഫൈൻ നെയിമിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നെയിം മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള നെയിമുകളൊക്കെ കാണാൻ പറ്റും അല്ലേ? ഏതൊക്കെയാണ്? കാൽക്ക്, ക്വാണ്ടിറ്റി, സെയിൽസ്. ഈ കാൽക്ക് എന്ന് പറയുന്ന ഈ ഒരു ആദ്യത്തെ ഈ ഒരു റേഞ്ചിന് ഇട്ട പേര് ഈ ഒരു നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ ഒരു റേഞ്ചിന് ഞാൻ ഇട്ട പേരാണ് അല്ലേ? ഐ എന്ന് പറയുന്ന കോളത്തിലുള്ള ഡാറ്റയ്ക്ക് ഇട്ട റേഞ്ച് പേരാണെന്ത്? ഈ ഒരു കാൽക്ക് എന്ന് പറയുന്ന ആ ഒരു പേര് ഡിഫൈൻ നെയിം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് റേഞ്ചാണോ ഏത് ഡിഫൈൻ നെയിമാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ നെയിം ഡിഫൈൻ ചെയ്തിട്ടുള്ള റേഞ്ച് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഡിഫൈൻ നെയിം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടൂൾ എന്താണ്? നെയിംഡ് റേഞ്ച് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? എന്താ നെയിംഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ? നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുള്ള റേഞ്ചുകൾക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഒരു പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ പേര് കൊടുത്താൽ അഡ്വാൻറ്റേജ് എന്താ?
കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ റേഞ്ച് ഇങ്ങനെ വലിച്ച് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ റേഞ്ചിന് കൊടുത്ത പേര് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെയിംഡ് റേഞ്ച്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.